ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇതേ കിച്ചപ്പൻ അമ്മമ്മയുടെ അടുത്ത് ഇരിക്കുക കേട്ടോ. മൂപ്പറുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം അമ്മമ്മയുടെ ഒപ്പം ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. പിന്നെ എനിക്ക് ചായ കുടിക്കണമായിരുന്നു. അപ്പോൾ ചായ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാക്കി. പിന്നെ പുട്ടായിട്ടുണ്ടായിരുന്നേ. ഈ പുട്ട് ചുവന്ന കളറിൽ ഇരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇത് പുഴുങ്ങല്ലരിയും പിന്നെ വേറെ ഒരു അരിയും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ച പുട്ടാട്ടോ. കാരണം ഈ ഒരു കളറ്. പിന്നെ കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. പിന്നെ നല്ല മഴയൊക്കെ ആയിട്ട് അങ്ങനെ ഉച്ച വരെ അങ്ങനെ നേരം പോയിട്ടാ. അങ്ങനെ ഉച്ചയ്ക്ക് അമ്മ പണി മാറ്റി വന്നതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കിച്ചപ്പം നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കാട്ടാ. മരുന്ന് തരാട്ടാ. ഇവിടെ കിടക്ക് എടുക്കണ പൊന്തട്ടെ. വായോ എടുക്ക. വാടാ വാടാ. ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഓഫീസിലേക്ക് പോയേക്കാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. കിച്ചപ്പം ഇത് അമ്മമ്മയുടെ ഒപ്പം കളിക്കാറുണ്ടോ. ചില സമയത്ത് അവണ്ടല്ലോ, നമ്മൾ എത്ര വിളിച്ചാലോ കളിപ്പിച്ചാലോ അവൻ ചിരിക്കില്ല. ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടുള്ള മുഖമായിട്ട് നിൽക്കും. ചില സമയത്ത് ഭയങ്കര ചിരിയും കളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 3:30 ആകുമ്പോൾ ആദർശേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ കുളിയും ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉമ്മർത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആദും അഞ്ചും കൂടിയിട്ട് 4:30 സുജിമോനില് 5 വർക്ക് കഴിഞ്ഞിട്ടാണ് ആദു ക്ലാസ് കഴിഞ്ഞിട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവർ നേരെ ഉണ്ണീനെ അടുപ്പം ഇങ്ങോട്ട് കയറി കേട്ടോ. അപ്പം നമ്മളിതേ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇവിടെ ആദുവിന് സീറ്റ് കിട്ടിയിട്ട് ആദു മുണ്ടത്തിയോട് സ്കൂളിൽ ബയോസയൻസിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അവൾക്ക് ക്ലാസ് തുടങ്ങി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അവളും കിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. അഞ്ചൂരൊന്നും ഇപ്പോൾ തീരെ കാണാൻ കിട്ടാറില്ല കേട്ടോ. അവൾക്ക് പിന്നെ വർക്കുള്ള കാരണം വല്ലപ്പോഴൊക്കെ ഇതേപോലൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ കുഞ്ഞിച്ചക്ക നമ്മുടെ ആദുവിൻ്റെ അടുത്ത് ഭയങ്കര ചിരിയും കളിയാണ് കേട്ടോ. ആദു ഓരോന്ന് പറയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതേ 5 നേരെ വലിയമോടിക്കും പോയി. ഞങ്ങൾ നേരെ പാപ്പൻ്റെ ഓടിക്കും പോയി കേട്ടോ. എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. കിച്ചപ്പനും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഇത്രയും നേരം ഒരു 4:30 ഒക്കെ വരെ ഫുള്ള് അപ്പം വീടിൻ്റെ അകത്ത് റൂമിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നല്ലോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ ആദൂൻ്റെ അടുത്ത്. അപ്പോൾ ആദു വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ചിരിക്കാൻ തുടങ്ങിയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എത്ര ചിരിക്കാൻ പട്ടി വിളിച്ചു പറയാ അത് വന്ന് പിന്നെ എന്താ എന്താ അങ്ങനെ നമ്മൾ പാപ്പൻ്റെ ഓടേക്ക് എത്തിയപ്പോൾ ഇതേ വലിയിച്ച് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതേ വലിയിച്ചിട്ട് ഉണ്ണീനെ കളിപ്പിക്കട്ടെ. അവൻ അതെന്താണെന്ന് അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരുടെ അടുത്തും ഭയങ്കര ചിരിയും കളിയായിരുന്നു കേട്ടോ. അപ്പം മാളുവിനെ പേടിപ്പിക്കാൻ പ്ലാൻ ഇട്ട് പോകാനുട്ടോ. മാളു ഒന്നല്ലെങ്കിൽ ഈ റൂമിൽ അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ടാവും കേട്ടോ. അല്ലതുപോലത്തെ കുഷ്യൻ ഇതല്ല. അതുപോലെ ഇവിടുത്തെ കാട്ടിപ്പോത്ത പിന്നെ ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കളിയാക്കിയിട്ടൊക്കെ ഇരിക്കാൻ കേട്ടോ. അങ്ങനെ ഇത് യാതൊരു സ്കൂളിലത്തെ വിശേഷങ്ങൾ തള്ളി മറക്കാട്ടോ ഞങ്ങളുടെ അടുത്ത്. ചേച്ചിക്ക് ഇവിടെ കിട്ടി മുണ്ടത്തിക്കോട് സയൻസ് എല്ലാവരും തന്നെ പറഞ്ഞിട്ട് അയ്യോ പിന്നെ ആദർശേട്ടനും ദേവട്ടനും കൂടിയിട്ട് ആ ബോൾ ഇങ്ങനെ തട്ടി കളിക്കട്ടെ. അപ്പൊ കിച്ചപ്പ് ഇവർ എന്താ കാണിക്കണേന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കട്ടെ. ആദർശേട്ടൻ എന്താ കാണിക്കണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. പിന്നെ അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഓരോ ഒച്ചും സൗണ്ടൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പൊ ചേട്ടൻ അവനെ കളിപ്പിക്കുമ്പോൾ അവൻ ഭയങ്കര ശരിയാവും കേട്ടോ. അങ്ങനെ ഇത് മേമയും അമ്മമാമയും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വരുന്ന സമയത്ത്. അവര് മേമ ആടിനെ തിറ്റിയാൻ പോയൊക്കെ തോന്നുന്നു. ഇവിടെ ആടും പശുവും മീനും അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ മേമയ്ക്ക് നല്ല പണിയുണ്ട്. ഇവിടെ നിന്ന് തിരിയാനുള്ള സമയം കിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ മേമ സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട്. കിച്ചപ്പിനെ വെച്ചാൽ ഭയങ്കര സന്തോഷമായിട്ട്. ഇന്നാളൊക്കെ ഇവിടെ വന്നിട്ട് കരഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അച്ഛൻ വന്നിട്ട് ചോദിക്കണ് അമ്മായിടെ എത്തിച്ച് പോയിട്ടാ പിന്നെ അവിടെ പശുവിന്റെ തീറ്റ വന്നിട്ടുണ്ടായിട്ടോ. അപ്പൊ നമ്മുടെ ഉമ്മർത്ത് തന്നെയാണ് കിടക്കണ്ടായിരുന്നത്. അപ്പൊ ആദർശയുടെ ആദൂനിയും വിളിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വെക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞിച്ചക്ക മാളുവിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാനും മാളും വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ അവരവിടെ പൊരിഞ്ഞ പണിയിലാണ്. സംഭവം 3 or 4 ചാക്ക തോന്നുന്നു, അത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത്ര
പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ട് വേറെ എവിടേക്കില്ല, നമ്മുടെ കനാലിന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും കൊണ്ട് നടക്കുക. പിന്നെ കടയിൽ പോയിട്ട് എന്തെങ്കിലും നാരങ്ങ സോഡയോ അല്ലെങ്കിൽ ജീരക സോഡയോ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടാ. ഇതാരതാ? എന്റേതല്ല, ഇത് ആദുവിന്റെ ആയിരിക്കും. ആദുവിന്റെ ട്രെൻഡ് ഉള്ളൂ, ട്രെൻഡി ആദു. എവിടെ പോയാലും ട്രെൻഡി ആയിട്ട്. അസിൻ എന്തോ ഉറങ്ങി ഗൈസ്, ഉറങ്ങിയ വെറുതെ കരഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാനുണ്ടോ. അപ്പോൾ ഈ ഒരു നടത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്കൊരു 6 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഇതേപോലെ വൈകിട്ടത് ഇത് നടക്കിറങ്ങും. പിന്നെ ആദർശേട്ടൻ ഉണ്ടെങ്കിൽ ആദർശേട്ടൻ വരും, അല്ലെങ്കിൽ മാളും അതൊക്കെ ക്ലാസ് കഴിഞ്ഞു വെച്ചെങ്കിൽ ഞങ്ങൾ നടക്കുക ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. പിന്നെ പാലത്തിൻ്റെ മുകളിൽ ചെന്ന് ഇരിക്കുക. എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടവർ അച്ഛങ്ങ അറിയാൻ പറ്റൂട്ടോ. ഞാൻ രാവിലെ എത്തി പതുക്കെ ഇങ്ങനെ നടക്കണമെന്ന് നല്ലത് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നടക്കുകയാണ്. കിച്ചപ്പം അപ്പളേക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ വരണ പാപ്പൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ കിച്ചപ്പം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്നിങ്ങനെ ഉറക്കം വന്നിട്ട് ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തോളത്തിട്ട് ഇങ്ങനെ നടന്നപ്പോഴേക്ക് പൂപ്പര് നല്ല ഉറക്കായിട്ടോ. അത് പൂച്ചുറക്കാണ്. കുറച്ച് കഴിഞ്ഞ് എനിക്കും പിന്നെ ഇതേ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാട്ടെ. നടക്കണേ അങ്ങനെ പിന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ 5:30 സുജിമോ വന്നിട്ടുണ്ടായിട്ടോ. സുജിമോനെ പറയുമ്പോൾ എല്ലാവർക്കും നമ്മുടെ തേജപ്പനെ ആവും ഓർമ്മ വരുന്നുണ്ടാവുക. തേജു കുഞ്ഞു കുട്ടിയ സമയത്ത് അവൻ ക്ലാസ്സിന് പോയിരുന്നത് ഈ ഒരു ബസ്സിലാണല്ലോ. അപ്പോൾ സുജിമോ എന്ന് പറയുമ്പോൾ എല്ലാവരും തേജുവിൻ്റെ പേര് കമൻറ്റ് ഇട്ടിരുന്നു, ഞങ്ങളുടെ തേജപ്പൻ്റെ വണ്ടിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടോ. പിന്നെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു ഈവനിങ് ടൈമിൽ ഈ മേഘങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴല്ല നടക്കുമ്പോൾ നമ്മൾ മാക്സിമം അതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കട്ടെ. എല്ലാ ദിവസവും നടക്കണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിറച്ച് പട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് സേഫ് അല്ല ഒറ്റയ്ക്ക് നടക്കണത്. ഇതുപോലെ കൂട്ടായിട്ട് നടക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. പക്ഷെ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടാനാണ് പാട് കേട്ടോ. ഇനിയിപ്പോൾ മാളും കൂടി പോയി കഴിഞ്ഞു വെച്ചാൽ ഇവിടെ എന്താ പറയുക, ആകെ ആരും ഇല്ലാതെയും. ആദ്യം വല്ലപ്പോഴും വരുമ്പോൾ ഉള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മാള് പോയി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ആദ്യം ഈ പരിസരത്തേക്ക് നോക്കേ വേണ്ട കേട്ടോ. അവളും പോസ്റ്റ് ആവില്ല ഇവിടെ വന്നു കഴിഞ്ഞു വെച്ചാൽ ആരും ഇല്ലാതെ. അങ്ങനെ ഇതിൽ നമ്മൾ കടയിലെത്തി സൽജോച്ചൻ്റെ അടയ്ക്കട്ട വന്നേക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നാരങ്ങ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ ആദർശേട്ടനും ഇതേ അവിടെ ഇരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. മാളും അടുത്ത മാസമൊക്കെ ആയിട്ട് പോകുമെന്ന് തോന്നുന്നു. ഓണം കഴിഞ്ഞാൽ എപ്പോഴാണ് വിളി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവളെല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിച്ചക്കൻ ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സോഡ സർബത്ത് വന്നു കേട്ടോ. എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്തും ഇതേ ആദർശേട്ടൻ തീരെ വാങ്ങിച്ചിട്ടില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ 1, 2, 3 വട്ടമൊക്കെ ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ സോഡ സർബത്ത്. ശരിക്കും ഇപ്പോൾ ആ സമയമൊക്കെ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ ഈശ്വര ഒന്ന് വേഗം ഡെലിവറി കഴിഞ്ഞാൽ മതി. ഇക്കച്ചങ്ങ ഛർദിയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണം, ഭയങ്കര വയ്യായിരുന്നു. ഒരു 7 മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നും ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ തോന്നുന്നു വേഗം ഡെലിവറി കഴിഞ്ഞിട്ട് കുട്ടീനെ ഒന്നുകൊണ്ട് പുറത്തേക്ക് എടുത്താൽ മതി നടന്നു. കാരണം അത്രയും കുറച്ച് പിന്നെ ഒരു 9ാം മാസമൊക്കെ നമ്മളേക്കും വയറ് വലുതാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സോഡ സർബത്തൊക്കെ കുടി കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറുക്കുറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ ആദർശേൻ്റെ കൈമ ചെറിയൊരു മുറി പോലെ വെച്ചിട്ടുണ്ടായിരുന്നു നഖത്തിൻ്റെ അവിടെ. അപ്പം അതുമ്പോൾ വെക്കാൻ നാരങ്ങയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കാണ്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ മാളു എടുക്കാൻ പറഞ്ഞിട്ട് മാളുവിൻ്റെ അടുത്താണ്. ആദ്യം വെച്ചാൽ കോളേജിൽ കയറിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഫ്രണ്ട്സായിട്ട് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ കേട്ടോ മൂപ്പത്തി. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് തിരിച്ച് നടക്കാൻ കേട്ടോ. ആദർശേൻ്റെ അച്ഛൻ അതുവിനെ കിട്ടിയ സമയം വെറുതെ വിടില്ല കേട്ടോ. ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞ് അതിനെ വെറുപ്പിച്ചോണ്ടേ നിൽക്കൂട്ടാ. മാളുവിന് ഓരോന്നൊക്കെ പറയും ചെയ്യും, പക്ഷെ മാളു രണ്ടെണ്ണം തിരിച്ച് പറയും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ നെവർ മൈൻഡ് ആക്കി എടുക്കും. പക്ഷെ അതിന് അതിലൊക്കെ ഫീലാവും. അത് കുറച്ച് നേരം ആദർശൻ്റെ അടുത്ത് പിണങ്ങും, മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെ ചെയ്യൂട്ടാ. ലാസ്റ്റ് മൂപ്പത്തി വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് മിണ്ടൂട്ടാ. അങ്ങനെ ഇതിൽ നമ്മൾ കുറുക്കുറൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നടക്കാൻ കേട്ടോ റോട്ടിൽ കൂടെ. അപ്പോഴും ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ നടന്നതിനെന്താ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ പോണ വഴിക്ക് ഇത് ഞങ്ങളുടെ വലിയച്ഛൻ വന്നിട്ട്. അപ്പോൾ വലിയച്ഛൻ ഉണ്ണീനെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയിട്ട് കളിപ്പിക്കാട്ട് നമ്മുടെ കിരൺചേട്ടൻ്റെ അച്ഛനാണ്. അങ്ങനെ ഇതേ വലിയച്ഛൻ അങ്ങോട്ട് പോയിട്ട് വരികയായിരുന്നു. അപ്പോൾ കുഞ്ഞിച്ചക്ക് തന്നെ എല്ലാവരുടെ അടുത്തും ഭയങ്കര ആക്റ്റീവായിരുന്നു. വലിയച്ഛനോട് ചിരിക്കും
കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഉണ്ണീനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഒരു 5:30 ഇല്ലാട്ട് 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി വേഗം വീട്ടിൽ പോകണം. 6 മണിയായിട്ട് നേരം വൈകി കഴിഞ്ഞ് വെച്ചെങ്കിൽ വീട്ടിൽ നിന്ന് നല്ല ചീത്ത കേൾക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഇനി പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാൻ കേട്ടോ. അതും ഇത് സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. മാളും ഇതേ അപ്പോൾ കുർക്കുറ എൻ്റെ വായയിലും മാധുവിൻ്റെ വായയിലൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടോട്ട് മാധുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കും, ഇങ്ങോട്ട് തിരിച്ചു വരും, എൻ്റെ വായിൽ വെച്ച് തരും. അങ്ങനെ ഫുൾ ഓട്ടപ്പാച്ചിലുള്ള ഡ്യൂട്ടിയിലാണ് മാളു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ എപ്പോഴും അത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചാൽ പകുതിക്ക് വെച്ച് ഇങ്ങനെ സ്കിപ്പായി പോവും. എല്ലാതും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം നല്ല മഴയൊക്കെ പെയ്ച്ചങ്ങ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഫുൾ ടൈം റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കും. പിന്നെ ഇത് എഡിറ്റ് ചെയ്യാണ്ടാവും, അങ്ങനെ ചെയ്യും. അങ്ങനെ അതിൻ്റെ സമയം പോകും. അങ്ങനെ പിന്നെ ഞാനും അദർശാനും നേരെ ഞങ്ങളുടെ വീട്ടിൽ പോയി. മാളും അത് മാറും എട്ടിപ്പോയിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം ഉണ്ണിക്ക് പൊടി ഉണ്ടാക്കാനുള്ള കായ കിട്ടിയപ്പോൾ അത് കൊണ്ടുനേരാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കിച്ചപ്പതി അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ റൂമിൽ ഇരുന്നിട്ടായി കഥ പറച്ചില്ല കേട്ടോ. ഇപ്പോഴാச்சுം നമ്മുടെ കിച്ചപ്പന് നല്ല കുറുമ്പാണോ ഇനി അവൻ കളിക്കുകയാണോ നമുക്ക് മനസ്സിലാവണില്ല. നമ്മളതിനെ നന്നായിട്ട് അടിക്കൂട്ടോ. അടിക്കുക മീൻസ് അവൻ കൈ ഇങ്ങനെ തല്ലി കളിക്കുകയാണ്. പക്ഷെ അത് കിട്ടുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാവും. അതേപോലെ തന്നെ മുഖത്ത് പിച്ച, മുടി പിടിച്ച് വലിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ ഹോബീസ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മുഖം വെച്ച് കൊടുത്താൽ നമ്മുടെ മുഖം ഇങ്ങനെ തൊട്ട് കണ്ണൊക്കെ തൊട്ട് വെക്കും, പിരികം തൊട്ട് വെക്കും, പിന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അങ്ങനെ കുറേ നേരം അങ്ങനെ കളിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടി പിടിച്ച് വലിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മുടി പിടിച്ച് വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് വാളയാറ് മുണ്ടത്തിക്കോട് കുട്ടീനോടെ മൂപ്പർക്ക് ഞാൻ അടിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കയ്യിൽ കിട്ടിയാൽ തനിയെ അടിച്ചോളൂ കേട്ടോ. പിന്നെ ഇതേ മാളുവിൻ്റെ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അവൻ്റെ ഒരു കളിയാ തോന്നുന്നു, കളിക്കണത് മൂപ്പര്. അങ്ങനെ ഇതേന്ന് മാളും ആയിരുന്നു അവൻ്റെ ഇരയുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അമ്മ, ഞാൻ, ആദർശേട്ടൻ്റെ താടിയൊക്കെ പിടിച്ച് വലിക്കും എപ്പോഴും. പിന്നെ ഞാൻ രണ്ടെണ്ണം കൂടിയിട്ട് അടി കൂടുന്നു. മാളുവിന് ഒരു പാട്ട് ഇഷ്ടമല്ല. ഇപ്പൊ ഇങ്ങനെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടൊരു പാട്ടുണ്ടല്ലോ അല്ലു അർജുന്റെ. അങ്ങനെ കിച്ചുവിന്റെ മേല് കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേ കിച്ചുവിന് ഞാൻ മറ്റേ കറുത്ത പൊട്ട് കുത്തി കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും അത് കുത്തി കൊടുക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യന്റെ കവളത്തും കുത്തി കൊടുത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അതും വെച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറെ നേരം അവരുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ അവര് പോവാൻ വേണ്ടി നിൽക്കാട്ടോ. ഒരു 7 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞിട്ട് നാളെ വരാന്ന് പറഞ്ഞിട്ട് അവര് പോവാട്ടോ. നാളെ വരാന്ന് പറഞ്ഞ് പിന്നെ രാത്രിയെ പ്രതീക്ഷിക്കണ്ടു. മാളും എല്ലാ ദിവസവും രാവിലെ വരും കേട്ടോ. പക്ഷെ മാള് വരുന്ന സമയത്ത് ഞങ്ങളെ ഇൻറ്റുണ്ടാവില്ല കേട്ടോ. മാള് ഒരു 6:30-7 മണിക്ക് നമ്മളത് തോന്നുന്നു പാല് കൊണ്ട് വരാറ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിരൺചേട്ടൻ എത്തിയിട്ടുണ്ടായി. അപ്പൊ ഇത് കിരൺചേട്ടനെ കണ്ടപ്പോൾ മൂപ്പരിനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. നൈസായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ. മൂപ്പരിക്ക് തോന്നണ അവനെ ഉറക്കം വന്നിരിക്കുന്ന സമയത്ത് അവൻ എടുക്കുമ്പോൾ അവന് ദേഷ്യം വന്നിട്ടാ കരയണേ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇത് അച്ചാച്ചന്റെ മടിയിൽ ഇരുന്നിട്ട് മാമനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ചാച്ചന്റെ അടുത്തേക്ക് പൊക്കോ, അത് നല്ലത്. അവിടെ എന്റെയാ അത് പിന്നെ മൂപ്പര് കിരൺചേട്ടനായിട്ട് സെറ്റായിട്ട് ചേട്ടൻ്റെ അടുത്ത് പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ വ്ളോഗ് ഞാൻ എടുത്തില്ല. ഇത് പിറ്റേ ദിവസത്തെ രാത്രി ആകുമ്പോഴത്തെ ഒരു വ്ളോഗാട്ടോ. അപ്പം ഞാൻ വെറുതെ എടുത്തപ്പോൾ ഇതിൽ ആഡാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ രാത്രി ആകുമ്പോൾ ഞാൻ ആദർശൻ്റെ കൂടെ ചിക്കൻ കറി വെക്കാട്ടോ. ചിക്കൻ കറി വെക്കണം എന്ന് വിചാരിച്ചതല്ല, മീൻ കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി വിശപ്പുണ്ടായിരുന്നപ്പോൾ ആദർശനെ ചിക്കൻ പൊരിച്ച് തരുമോ ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് കുറച്ച് കറി വെക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ ഓൾറെഡി അമ്മമ്മ നമ്മുടെ വെളുത്തുള്ളി, സബോള തോല് പൊളിച്ചത് ഒക്കെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. അത് കാരണം പിന്നെ നമുക്ക് കുറേ ടൈം എടുക്കില്ല എല്ലാ കറിയൊക്കെ വെക്കണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കുക, ചതക്കുക, ഉണ്ടാക്കുക വേണ്ടു. അപ്പോൾ സബോളയൊക്കെ ആദർശേട്ടൻ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഇത് സബോളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതക്കലും പിന്നെ തക്കാളി എരിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദർശേട്ടൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളുടെ വേഗം ഞങ്ങളുടെ പണികൾ തീർക്കായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്തുണ്ടാക്കിയാലും എനിക്ക് അങ്ങോട്ട് അധികം ഇഷ്ടപ്പെടാറില്ല കേട്ടോ. എന്തോ ടേസ്റ്റ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. മുന്നേ എനിക്ക് പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കറി വെച്ചിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ആയതായിരുന്നു. ഇപ്പോൾ പിന്നെ എന്തെങ്കിലും
എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷൻ, എന്തെങ്കിലും നാശമാവോ, കേടാവോ, എരിവ് കൂടുമോ, ഉപ്പ് കൂടുമോ, എപ്പോഴും എരിവ് കൂടുന്നുണ്ട് കേട്ടോ ഇപ്പം എനിക്ക്. അപ്പോൾ എന്താ പറയുക, ആകെ ഒരു പേടി പോലെയാണ് ഇപ്പോൾ കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ. ഒരു ടേസ്റ്റ് ഒക്കെ തോന്നാറില്ല. അപ്പോൾ ഇത് ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ചിക്കൻ കറി. ഇനി നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പോൾ കറി വെച്ച് അങ്ങനെ അങ്ങനെ സെറ്റ് ആവും എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ പിന്നെ നമുക്കൊന്നും അറിയണ്ടല്ലോ, അമ്മ എല്ലാം ചെയ്യണ കാരണം പിന്നെ ഞാൻ ആ ഭാഗത്തേക്കേ നോക്കാറില്ല കേട്ടോ. സത്യം പറയാച്ചെങ്കിൽ ഒക്കെ അമ്മ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, വെക്കേണ്ട രീതികളും എല്ലാം മറന്നുപോയി. ഇനി പിന്നെ വെച്ച് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് സെറ്റ് ആവട്ടെ. അങ്ങനെ ഇത് സബോളൊക്കെ വാട്ടിയിട്ട് കറി സെറ്റ് ആക്കേണ്ട പണിയിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയിണ്ടായിരുന്നു എല്ലാതും കരിഞ്ഞു വെച്ച് കാരണേ. അത് കഴിഞ്ഞിട്ട് തിളച്ച വെള്ളം എടുത്തിട്ടാണ് ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കറി വേഗം പിന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇത് ആദർശേട്ടൻ ടേസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ആദർശേട്ടൻ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടും എരിവ് കൂടും എന്നുള്ള നല്ല പേടി. അപ്പം എൻ്റെ ഒപ്പം വന്നിട്ട് ഉപ്പ് കുറച്ചിട്ടാ എരിവ് കുറച്ചിട്ടാ എന്നാ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കട്ടോ. അമ്മമ്മ അവിടെ കിടന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം ഒരു 8:30-9 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് എല്ലാവരും കിടക്കണതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മമ്മയ്ക്ക് സീരിയൽ വെക്കാൻ നേരത്തെ നോക്കിയപ്പോൾ നമ്മുടെ കേബിളൊക്കെ കട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കേബിളൊക്കെ വന്നു കേട്ടോ. നമ്മുടെ കിച്ചപ്പം നല്ല ഉറക്കമാണ്. അങ്ങനെ പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ബ്രെഡും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ബ്രെഡും ചിക്കൻ കറിയും കോമ്പിനേഷൻ. പിന്നെ നല്ല ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.